ഹായ് ഹലോ. അങ്ങനെ നമ്മൾ ബോംബെയിൽ ലാൻഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഛത്രപതി ശിവജി എയർപോർട്ടിലാണ്. നല്ല മഴ പെയ്ത കോളുണ്ട്, നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷേ മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടുത്തെ റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് ഞാൻ ഇറങ്ങിയിട്ട് ഒരു നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് നമ്മളിപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ ഒരു വിങ്ങിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇൻ്റർനാഷണലിലോട്ട് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട് നടക്കാൻ. പിന്നെ അത് കണ്ടുപിടിക്കാൻ തന്നെ നല്ലൊരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഇൻ്റർനാഷണലിൻ്റെ ഇത് വരുന്നത്. അപ്പോഴും ഞാൻ എസ്കലേറ്റർ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി വലുതാണ് എയർപോർട്ട്, ഭയങ്കര വലുതാണ്. ഇനി നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. ഞാൻ ഇപ്പോൾ ദുബായിലൊക്കെ ഇറങ്ങിയിട്ടുള്ളവർക്ക് ഓക്കെയാണ്, പക്ഷേ എന്നാലും എന്തോ അങ്ങ് മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം ഡൊമസ്റ്റിക്കിൽ വന്നിട്ട് പിന്നെ ഇൻ്റർനാഷണലിലോട്ട് പോകാൻ എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു, എന്നാലും 1 മണിക്കൂർ അങ്ങനെ എന്തോ ഒരു ലെയറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഞാനിനി ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നടന്നപ്പെട്ട് പോകുമെന്നൊക്കെ മണ്ടത്തരമായിരിക്കും. എന്നാലും നമുക്ക് ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ നമുക്കൊരു സമാധാനം ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ആകാശം പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ ലഗേജ് മറ്റേ ബാഗേജ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഹാൻഡ് ലഗേജ് നമ്മളവിടെ എൻ്റെ ഹാൻഡ് ലഗേജിൽ എന്തോ ഒരു സംഭവം ഞാൻ ട്രിവാൻഡ്രത്ത് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബോംബെയിലും ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സംഭവം അതെന്താണെന്ന് എൻ്റെ ഒരു ഡയറി എന്തോ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ എടുത്ത് നോക്കിയിട്ടാണ് അവർ ഓക്കെ പറഞ്ഞങ്ങ് വിടുന്നത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തും ഈ സംഭവം തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹാൻഡ് ലഗേജ് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബോംബെയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സംഭവം ഇമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം 67 ആയിരുന്നു ഞങ്ങളുടെ ഇത്. ഷാർജ ഫ്ലൈറ്റ് ആയിരുന്നു, എയർ ഇന്ത്യ. അതിനുശേഷം ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് കയറി വന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഒരു ഇടുങ്ങിയ ഒരു ഇതിലോട്ട് വന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. എയർ ഇന്ത്യയിൽ കയറിയപ്പോൾ തന്നെ, എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ തന്നെ ഞാനങ്ങനെ കമ്പയർ ചെയ്ത് കുറ്റം പറയണതല്ല എങ്കിൽ കൂടി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരുന്ന് പോകുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം കൂടെ നമുക്ക് കവറായി കിട്ടത്തില്ലല്ലോ. എനിക്ക് ഈ സൈഡിലെ സീറ്റായിരുന്നു. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. കാരണം ഞാൻ കണക്റ്റഡ് ഫ്ലൈറ്റിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും കണക്ക് കൂട്ടുന്നത് ഈ 4 മണിക്കൂർ ട്രിവാൻഡ്രം ടു ദുബായ് അല്ലെങ്കിൽ ഷാർജ അങ്ങനെ പറയുമ്പോൾ എന്തായാലും ഒരു 4 മണിക്കൂർ ഒരു സമയമാണല്ലോ കണക്ക് കൂട്ടുന്നത്. ഞാൻ ഒരു സിനിമ എടുത്ത് കണ്ടുകൊണ്ടിരുന്നു. ആ സിനിമ തീരുന്നതിന് മുമ്പ്
ഞാൻ ഷാർജയിൽ ലാൻഡായി കേട്ടോ. അപ്പം എനിക്കൊരു അയ്യോ എത്തിയോ എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ അതിന് കാരണം എനിക്ക് മനസ്സിലായത് ബോംബെയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ പിന്നെ ഞാൻ ലഗേജൊക്കെ എടുത്തു. ലഗേജ് എടുത്തതിന് ശേഷം ഞാനവിടെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട്, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയപ്പോൾ എന്തോ പോയതാണ് മുമ്പ്, അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. അങ്ങനെ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ടാക്സി എടുത്തു. ടാക്സിക്കാരൻ എനിക്കിട്ട് പണിതായിരുന്നു. വേറൊന്നുമല്ല, പുള്ളിക്കാരൻ ഒന്ന് കറങ്ങി, പുള്ളിക്കാരൻ നെറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ ഇതൊന്നും നോക്കിയിട്ടല്ല, എന്താണ് മാപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഇവിടെ ഇപ്പോൾ റോഡ് പണി എന്തോ നടക്കുന്നത് കൊണ്ട് എവിടെയൊക്കെയോ ക്ലോസ്ഡാണ് റോഡെല്ലാം. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ക്ലോസ്ഡായി. പിന്നെ അയാൾ കറങ്ങി വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയും ക്ലോസ്ഡായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ കാണിക്കും. അയാൾ നെറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ ഓക്കെ, ഞാൻ റൂമിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഇപ്പുറത്തോട്ടായിരുന്നു. ഇപ്പുറത്തോട്ട് മീൻസ് കുറച്ചെടുത്ത്. അപ്പോൾ അയാളടുത്ത് പറഞ്ഞു എൻ്റെ ലഗേജ് ഒന്ന് എടുത്ത് ആ ഒരു നമ്മുടെ ഫുട്പാത്ത് പോലുള്ള സ്ഥലമില്ല അവിടെ ഒന്ന് വെച്ച് തരുമോ, താഴെയാണ് ഇരിക്കുന്നത്, പൊക്കി വെക്കാൻ എനിക്ക് നല്ല പാടാണ്. മീൻസ് 30 കിലോയുടെ ബാഗേജ് ആയിരുന്നു, അതെനിക്ക് പൊക്കി വയ്ക്കാൻ പാടായതുകൊണ്ട് അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു അതൊന്ന് പൊക്കി എനിക്ക് മുകളിൽ വെച്ച് തരുമോ ഒന്ന് ചോദിച്ചാൽ. എന്നാൽ ഫുട്പാത്തിലോട്ട് വെച്ച് തരുന്നു. അയാൾ പറഞ്ഞു അത് ഞാൻ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, ഇവിടെ വെച്ച് തരൂ. ജസ്റ്റ് താഴെ അയാൾ എടുത്ത് വെച്ച് തന്നിട്ട് അയാൾക്ക് ഒന്ന് മുകളിൽ വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതെന്തോ ഒരു നെഗറ്റീവ് തോന്നി. അങ്ങനെ അയാൾക്ക് എത്രയായിരുന്നു, 52 ദിറംസ് എന്തോ ആയിരുന്നു ടാക്സി ക്യാഷ്. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ 2 ദിറംസ് ഉണ്ടായിരുന്നു. ഞാൻ 60 ദിറംസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബാലൻസ് ഇല്ലയെന്ന് പറഞ്ഞു. അയാൾ പുറത്ത് പോയി കുറച്ച് ദൂരമൊക്കെ നടന്ന് പോയി ബാലൻസൊക്കെ വാങ്ങിച്ച് തന്നിട്ട് ഇതാണ് വണ്ടി കേട്ടോ. ആ ഒരു ടാക്സി ഇതായിരുന്നു. ഇവിടെ എടുത്ത് വെച്ചേരാം. ഇതിപ്പോൾ എൻ്റെ 7 കിലോയുടെ ബാഗേജാണ്, പ്രശ്നമില്ല. 30 കിലോയുടെ ബാഗേജായിരുന്നു എനിക്ക് പ്രശ്നം. അതൊന്നും എടുത്തൊന്ന് മുകളിലോട്ട് വെക്കാൻ ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ തന്നെ എടുത്ത് പൊക്കി വലിച്ചൊക്കെ പോയി. അപ്പോൾ ശരി, എന്നാൽ ബൈ.